അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം നമ്മുടെ ജീവിതത്തെ സമൂലം ചൂഴ്ന്നു നിൽക്കുന്ന നിയമവ്യവസ്ഥയാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ മാത്രം മതവിധേനയും മറ്റുള്ളതെല്ലാം അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുമാകുന്ന രീതി ഇസ്ലാമികമല്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറിയ മനുഷ്യരും അനുഭവിക്കുന്ന മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. ഭാവിയെ സംബന്ധിച്ച ഉത്കണ്ഠയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നുള്ള നിശ്ചയമില്ലായ്മയുമാണ് ഈ മാനസിക അസ്വസ്ഥതകൾക്ക് വലിയൊരു കാരണമെന്ന് പറയുന്നത്. നമ്മുടെ മനോഭാവങ്ങൾക്ക് വിശ്വാസികൾ എന്ന നിലയിൽ വലിയ പ്രാധാന്യമുണ്ട്. എന്തിനോടും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നവരുടെ എണ്ണം സമൂഹത്തിൽ കൂടി വരികയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഗുണകരമാണ് എന്ന് പറയുന്നൊരു ഹദീസ് വചനമുണ്ട്. അതിൻ്റെ ആശയം തിരിച്ചറിയുമ്പോൾ ഓരോരുത്തരിലും സന്മനോഭാവം വച്ചു പുലർത്താൻ അത് നമ്മുടെ ബാധ്യതയാണ്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 84-ാമത്തെ അധ്യായം സൂറ ഇൻഷിഖാഖിലെ 6-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, ഇന്നക കാദിഹൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. നീ നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ നീ നിന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടവനുമാണ്. നിഷ്ക്രിയനായി ഒന്നും ചെയ്യാത്തവനായി ഏതെങ്കിലും മൂലയിൽ ചുരുണ്ടുകൂടി അള്ളാഹുവിനെ കാണേണ്ടവനല്ല. നല്ല അധ്വാനം നടത്തി, കദ്ഹ എന്ന് പറയുന്നത് ക്ലേശകരമായിട്ടുള്ള അധ്വാനത്തിന് പറയുന്ന വാക്കാണ്. കേവലം അമലുകളിൽ നിന്നും കുറെ കൂടി ഉയർന്നു നിൽക്കുകയാണ് ആ പദത്തിൻ്റെ പ്രായോഗിക തലം എന്ന് പറയുന്നത്. അപ്പം അത്രയും ഒരു അധ്വാനം ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ്. അത് നിരന്തരമായ ദൈനംദിന കാര്യങ്ങളിലാണ് എങ്കിലും നമ്മളൊരു പോരാട്ടത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയിലും
മറ്റു ബന്ധങ്ങളൊക്കെ പരിപാലിച്ചു പോകുന്നതിലും ഈ ഒരു അധ്വാനമുണ്ട്. മതപരമായ നമ്മുടെ ജീവിത രീതികളിലും നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെയും ഈ അധ്വാനം കാണാവുന്നതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അബൂ മാലിക്കിൽ അഷ്അരിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന തിരുവചനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, കുല്ലന്നാസി യഗ്ദു, എല്ലാ മനുഷ്യരും പുറത്തിറങ്ങുന്നുണ്ട്. ഫബായിഉ നഫ്സഹു, തന്നെ തന്നെയും അവൻ വിൽക്കുകയാണ്. ഫമഅതുകുഹ, അതുവഴിയായി അവൻ നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ചെടുക്കുന്നു. ഔ മൂബിക്കുഹ, അതല്ലെങ്കിൽ സ്വയം നശിക്കുന്നു. ഓരോ മനുഷ്യനും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്വാനത്തിൻ്റെ പരിണത ഫലത്തെ സംബന്ധിച്ച് പറയാണ്, ഒന്നുകിൽ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, അതല്ലെങ്കിൽ അവൻ സ്വയം നശിക്കുന്നു. ഖുർആനിലെ 74-ാമത്തെ അധ്യായം സൂറ മുദ്ദസിറിലെ 38-ാമത്തെ വചനം ഈ ആശയം കുറെ കൂടി വ്യക്തമാക്കുന്നതാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന, മനുഷ്യരെല്ലാവരും തന്നെയും അവനവൻ്റെ സമ്പാദ്യങ്ങൾക്ക് കടപ്പെട്ടവനാണ്. ഓരോരുത്തരും അവനവൻ്റെ സമ്പാദ്യങ്ങൾക്ക് കടപ്പെട്ടവനാണ്. നരകാഗ്നിയിൽ നിന്ന് അവനവൻ്റെ ശരീരത്തെ രക്ഷപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്തം ഓരോ മനുഷ്യനെയും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രവർത്തനങ്ങളിലൂടെ, സൽഫലങ്ങളിലൂടെ ആ ഉത്തരവാദിത്തം അവൻ നിർവഹിക്കേണ്ടതുണ്ട്. അത്തരമൊരു രംഗത്തൊരു മനുഷ്യൻ നിഷ്ക്രിയനായി പോകുന്നുണ്ട് എങ്കിൽ അവൻ ഈ പരീക്ഷണത്തിൽ പരാജിതനാകുന്നു എന്നതാണ് സാരമെന്ന് പറയുന്നത്. പൊതുവായ നമ്മുടെ സമീപനത്തെ സംബന്ധിച്ച് ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 2-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് പലവരും കേട്ടവരാണ് നമ്മൾ. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിലും അതേപോലെ തന്നെ സൂക്ഷ്മതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. വലാ തആവനു, നിങ്ങൾ സഹായിക്കരുത് അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും അതിക്രമത്തിലും ശത്രുതയിലും പാപത്തിലുമൊന്നും പരസ്പരം സഹകരിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. പൊതുവായൊരു വിശ്വാസിയുടെ സമീപനത്തെ സംബന്ധിച്ച് കൃത്യമായി ഖുർആൻ അവിടെ പറഞ്ഞിട്ടുള്ള രീതിയാണ് പറയുന്നത്. എന്താണ് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്? സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്. എല്ലാ മനുഷ്യരും വ്യത്യസ്തങ്ങളായ ആശയങ്ങളും മനോഭാവങ്ങളും വച്ചു പുലർത്തുന്നവരാണ്. ഈ ആളുകൾക്കിടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു നിലപാടിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതാണ് നമ്മുടെ നിലപാട് എന്ന് പറയുന്നത്. നന്മകളിൽ സഹകരിക്കുന്നവരും തിന്മകളിൽ സഹകരിക്കാതിരിക്കുന്നവരുമാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട്. എനിക്കതിൽ കാര്യമില്ല, ഞാനതിൻ്റെ ആരുമല്ല, അല്ലെങ്കിൽ ഞാനെന്തിനാണ് ഇപ്പോൾ അത് ഇടപെടുന്നത് എന്നൊരു സമീപനം ഒരു വിശ്വാസിക്കുണ്ടാവുക സാധ്യമല്ല. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങൾ ഒരാളൊരു നിഷിദ്ധമായ കാര്യം കാണുകയാണ് എങ്കിൽ ഫൽയുഗയ്യിർ ബിയദി, അവനവൻ്റെ കൈ കൊണ്ടതിനെ മാറ്റിക്കൊള്ളട്ടെ. ഫഇല്ലം യസ്തത്തി, ഇനി അതിനത് സാധ്യമല്ല എങ്കിൽ ഫബിലിസാനി, അവൻ്റെ നാവ് കൊണ്ടത് മാറ്റിക്കൊള്ളട്ടെ. ഫഇല്ലം യസ്തത്തി, ഇനി അതിനും അവന് കഴിയാത്തൊരു ദുർബലാവസ്ഥയിലാണ് എങ്കിൽ ഫബി കൽബിഹി, ഹൃദയം കൊണ്ടതിനെ അവൻ വെറുത്തുകൊള്ളട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു ഘടകമാണ് എന്ന് പറയാണ്. സമൂഹത്തിൽ തിന്മകൾ വ്യാപിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് എന്നതാണ് ഈ വചനങ്ങളൊക്കെ തന്നെയും കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുന്നത്. ആ തിന്മകളിൽ ഏറ്റവും ദുർബലമായ ഒന്നിനോട് പോലും നമ്മൾ രാജിയാകുന്നില്ല എന്നതാണ് കൃത്യമായി പറയുന്നത്. സമൂഹത്തിൽ എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങളും തിന്മകളുമൊക്കെ കൂടുതലായി വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കുറ്റവാളികളുടെ വർധനവ് കൊണ്ടല്ല അത്.
നല്ല മനുഷ്യർ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാതിരിക്കുകയും തനിക്കിതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾ മുൻപുള്ളതിനേക്കാളുമൊക്കെയും വർദ്ധിതമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നമ്മളെ പിടികൂടുന്ന സംഗതികൾ എന്ന് പറയുന്നത്? പല ഘടകങ്ങളുമുണ്ട് നിഷ്ക്രിയരാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഒരു പ്രശ്നത്തിൻ്റെ പ്രത്യാഘാതം നമ്മൾ ഭയപ്പെടുകയാണ്. ഓരോ പ്രശ്നത്തിലും ഇടപെടുമ്പോഴുണ്ടാകുന്ന ബന്ധങ്ങളിലെ വിള്ളലുകൾ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. സാമ്പത്തികവും അല്ലാതെയും ഉണ്ടാകായേക്കാവുന്ന നഷ്ടങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് ഒരു നിലപാടിൽ നിന്ന് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹത്തിലുള്ള കണക്കുകൂട്ടലുകളല്ല അവനെ ഏറ്റവും വിലമതിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള തിരിച്ചുപോക്കും അവിടെ കൃത്യമായി തങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നുള്ള വിചാരവുമായിരിക്കണം. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിയുടെ സമൂഹം പ്രവാചകൻ മൂസാ നബിയോട് പറയാണ്, എന്താണ് ഒരു പരാതിയായിട്ടാണ് അവർ പറയുന്നത്. കാലു ഊദീന മിൻ ഖബ്ലു അൻ തഅതിയന വമിൻ ബഅദി ജിഅതന. അല്ലയോ മൂസ, താങ്കൾ ഞങ്ങളിലേക്ക് വരുന്നതിൻ്റെ മുമ്പും താങ്കൾ ഞങ്ങളിലേക്ക് വന്നതിന് ശേഷവും ഞങ്ങൾ കൃത്യമായി തന്നെ നിരന്തരമായി ഞങ്ങൾ പീഡന വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും ഞങ്ങൾക്ക് സമാണ്. നീ വന്നപ്പോഴും ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, നീ വരുന്നതിന് മുമ്പും ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവരെ സമാശ്വസിപ്പിച്ചതായി ഖുർആൻ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 129-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും നിങ്ങളെ അവൻ അനന്തരാവകാശികളായി തിരഞ്ഞെടുക്കുകയും ചെയ്യും. ശേഷം ഒരു വാക്ക് പറയുന്നുണ്ട്, അത് വളരെ പ്രത്യേകതയും പ്രാധാന്യവുമുള്ളതാണ്. ഫയൻദുറ മിൻ കൈഫ തഅമലൂൻ, ഫയൻദുറ കൈഫ തഅമലൂൻ. നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് അള്ളാഹു നോക്കും. അള്ളാഹു നോക്കാനിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു ചെയ്യുമെന്നല്ല അള്ളാഹ് ചോദിക്കുന്നത്, എങ്ങനെ എന്നുള്ളതാണ്. എന്ത് എന്നുള്ളത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എങ്ങനെ എന്ന് വരുമ്പോൾ മൊത്തമായി ഏത് സാഹചര്യത്തിലൂടെ കഴിഞ്ഞു പോകുന്ന മനുഷ്യനും അവിടെയുള്ള അവൻ്റെ നന്മയോടും അതല്ലെങ്കിൽ നല്ല സൽപ്രവർത്തനങ്ങളോടുമൊക്കെയുള്ള അനുഭാവത്തെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒന്നാണ്. എങ്ങനെയാണ് നിങ്ങളുടെ നിലപാടുകൾ എന്ന് എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. ആ ഒരു വിചാരം ദുനിയാവിൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കുണ്ടാകണം. ബനോ ഇസ്രായേലിയർ അവർ ഏറെ പരീക്ഷണങ്ങൾക്ക് വിധേയരായി. അവരുടെ നന്ദികേടിൻ്റെ ആഴം ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിലെ തന്നെ 24-ാമത്തെ വചനത്തിൽ അവർ പ്രവാചകൻ മൂസാ നബിയോട് പറഞ്ഞത്, ഫദ്ഹബ അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീയും നിന്റെ രക്ഷിതാവും കൂടി പോയി ആ ശത്രുക്കളുമായി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾക്കതിന് കഴിവില്ലാത്തവരാണ്, ഞങ്ങളിവിടെ ഇരുന്നു കൊള്ളാം എന്നാണ് അവർ പറയുന്നത്. ആ മനോഭാവത്തിൻ്റെ മോശമായ പ്രകടനമാണ് അവരുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. നന്ദി കെട്ടവരായിട്ടുള്ളൊരു മനുഷ്യരെന്ന് പറയുന്നത് തങ്ങളിലേക്ക് വരുന്ന പ്രയാസങ്ങളെ മാത്രം എണ്ണിക്കണക്കാക്കുകയും സാധ്യതകളും അനുഗ്രഹങ്ങളും വിസ്മരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരു പ്രവാചകൻ തങ്ങളോടൊപ്പം ഉണ്ടായിട്ട് ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ അവർ പിന്നിലേക്ക് അറച്ചു നിന്നു എന്നുള്ളതാണ്. അതിനവർ കൊടുക്കേണ്ടി വന്ന വില 40 കൊല്ലം മരുഭൂമിയിലൂടെ അവർക്ക് നട്ടം തിരിയേണ്ടി വന്നൊരവസ്ഥയാണ്. കൃത്യമായി ഈ രംഗങ്ങളിലെല്ലാം തന്നെയും നമ്മുടെ മനോഭാവത്തെ ഇസ്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതു പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും നമുക്ക് നല്ല മനോഭാവമുള്ളവരായി ജീവിക്കാൻ സാധിക്കണമെന്നതാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, രാത്രികാലങ്ങളിൽ തങ്ങളുടെ പ്രജകളുടെ ക്ഷമാഐശ്വര്യങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹം ഊരു ചുറ്റുമായിരുന്നു. ഇക്കുറി അദ്ദേഹം ഊരു ചുറ്റുന്നതിനിടയിൽ ഒരു വീട്ടിൽ നിന്നുള്ള കരച്ചിലും ഞരക്കവും മൂളലുമൊക്കെയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ഒരു സ്ത്രീ പ്രസവത്തോടടുക്കുകയാണ്.
അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ആ വീട്ടിൽ ആരുമില്ല. ആ പ്രസവം എടുക്കാൻ പറ്റിയൊരു സ്ത്രീ അവിടെയില്ല. ഒന്നും പറ്റാത്ത രീതിയിൽ അവരുടെ ഭർത്താവ് ആ ഉമ്മർത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. തൻ്റെ സഹധർമ്മിണിയോട് അദ്ദേഹം പറയുന്ന വാക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: യാ ഉമ്മു കുൽസും ഹല്ലക്കി മസൂബത്തുൻ സാഖഹ അല്ലാഹു ഇലൈക്. അള്ളാഹു നിനക്ക് ചെയ്തു തരുന്ന ഒരു പ്രതിഫലം ഏറ്റെടുക്കാൻ, ആ പ്രതിഫലം ഏറ്റുവാങ്ങാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പടച്ചവൻ നിനക്കിത് ഒരു പ്രതിഫലം വച്ചു നീട്ടുന്നു, അത് ഏറ്റെടുക്കാൻ നീ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൽ തർഗബീന ഫീ അമലി സ്വാലിഹ്, ഒരു സൽക്കർമ്മം ചെയ്യാൻ നീ ഒരുക്കമാണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ രാജ്യത്തെ ഖലീഫയാണ്, എൻ്റെ ഭാര്യ ഒന്നാമത്തെ പൗരയാണ്. ആ ഞാനും ഭാര്യയും മറ്റൊരുവൻ്റെ കുഞ്ഞിൻ്റെ പ്രസവമെടുക്കാൻ, ഒരു സ്ത്രീയുടെ പ്രസവമെടുക്കാൻ മാത്രം ഞങ്ങൾ ഗ്രേഡ് കുറഞ്ഞവരാണോ എന്നതല്ല മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖിനെ ഭരിക്കുന്നത്. ഇതൊരു സാധ്യതയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ആ സാധ്യതയിലേക്ക് തൻ്റെ ഭാര്യയെ അദ്ദേഹം പ്രേരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും മനോഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഒരു പുരോഗതി അല്ലെങ്കിൽ പഠനരംഗത്തോ മറ്റോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ പണികളുണ്ട്. ആ പണികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഡിഗ്രി ഹോൾഡറാണ് എന്നുള്ളതാണ്. ഇനി അതിനേക്കാൾ അപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിലോ പിന്നെ ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പണിയുമില്ല. പിന്നെയുള്ള പണി വരേണ്യവർഗത്തിന് മാത്രം റിസർവ് ചെയ്യപ്പെട്ട മേഖലയിലാണ് എൻ്റെ ജോലി എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഒരു വിശ്വാസി സാധ്യതകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അതിന് സന്മനോഭാവം ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പോലും നമുക്ക് പൊറുതികേടായിട്ട് അനുഭവപ്പെടുകയാണ്. ഞാൻ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു, അതുകൊണ്ടല്ലേ ഞാനിതിൽ ഭാഗവാക്കാകേണ്ടി വന്നത്. ഒരു സംഭാവന കൊടുക്കുന്നിടത്താണെങ്കിലും ശാരീരികമായി ഇടപെടേണ്ടുന്നൊരു കാര്യത്തിലാണ് എങ്കിലും ഈ ഒരു പൊറുതികേട് നമ്മെ എല്ലാവരെയും വരിഞ്ഞു മുറുക്കുന്നു. ഇതൊരു സാധ്യതയാണ് എന്നും അള്ളാഹു നൽകുന്നൊരു അനുഗ്രഹമാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വേർപാടുകളാണ്. ഉറ്റവരും ഉടയവരുമായ ആളുകളുടെ വേർപാടുകൾ നമ്മെ വല്ലാതെ തളർത്തിക്കളയാറുണ്ട്. അത് തന്നെയും കുടുംബത്തിൻ്റെ നെടുന്തൂണായ ഒരാളുടെ വേർപാടാണ് എങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസമാകും. നമ്മുടെ കുടുംബത്തിലൊരു മരണമുണ്ടായാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രമാത്രം വലുതായിരിക്കും. പ്രവാചകന് 16 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ഇബ്രാഹിം. ആ ഇബ്രാഹിമിൻ്റെ മരണം ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരിക്കും പ്രവാചകന്റെ പ്രയാസവും വിഷമവും ഒക്കെ? പ്രവാചകന്റെ വാക്ക് തന്നെയും രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇന്നൽ ഐന തദ്മഉ, കണ്ണുകൾ കണ്ണുനീർ പൊഴിക്കുന്നു. വൽ ഖൽബു യഹ്സനു, ഹൃദയം ദുഃഖിക്കുന്നുണ്ട്. വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബന, പക്ഷേ ഹൃദയം, നാവുണ്ടല്ലോ, അള്ളാഹുവിനെ നിരക്കാത്ത, ഞങ്ങളുടെ രക്ഷിതാവിന് തൃപ്തിയില്ലാത്തൊരു വാക്കും ഈ നാവിൽ നിന്ന് പുറത്തു വരില്ല. പ്രവാചകൻ അങ്ങ് കരയുകയാണോ എന്ന് ചോദിച്ച അനുജനോട് പ്രവാചകൻ നടത്തിയിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. കണ്ണീര് പൊഴിക്കുന്നുണ്ട്, ഹൃദയത്തിന് ദുഃഖമുണ്ട്, പക്ഷേ രക്ഷിതാവിന് തൃപ്തിയില്ലാത്ത ഒരൊറ്റ വാക്ക് പോലും ഈ നാവിൽ നിന്ന് പുറത്തു വരില്ല എന്നത് എന്നാലോചിച്ച് നോക്കണം. ഏത് രംഗത്തും വളരെ പോസിറ്റീവായി സന്മനോഭാവത്തോടു കൂടി മുന്നേറാൻ സാധിക്കുക എന്നതാണ്. പുതിയ കാലഘട്ടത്തിൽ മരിച്ച വീടുകൾ ആഘോഷങ്ങളാവുകയാണ്. അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. രണ്ടാമത്തെ ദിവസം തന്നെ നല്ല ഫുഡടിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു കല്യാണ വീടിൻ്റെ പ്രതീതി ഉണ്ടാകുന്ന വീട്ടിലെ ഈ പറഞ്ഞ സംഗതിക്ക് എന്താ അവസ്ഥയുള്ളത്? അങ്ങനെ ഒരു സാധ്യത തന്നെ ഉണ്ടോ? എല്ലാവരും തിന്ന് തിമർക്കുകയാണ്. അത് 8-1, 12-1, 40-1. ഇനി എല്ലാ വർഷവും കഴിയുമ്പോൾ ഈ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഓരോ വർഷവും തീറ്റ തന്നെ തീറ്റ. അവിടെ ഈ ദുഃഖങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ തൻ്റെ 4 മക്കളെ, ആൺമക്കളെ
ആ യുദ്ധത്തിൽ ഷഹീദായ ഒരു സഹാബി വനിതയാണ് ഹൻസാ എന്ന് പറയുന്നത്. 4 മക്കളെയാണ് ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മരിച്ചു പോകുന്നത്, ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു സ്ത്രീക്കതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നത്? ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ വാക്കിങ്ങനെയാണ്: അൽഹംദുലില്ലാഹില്ലദി ശറഫനി ബിഖത്ലിഹിം. അവരുടെ മരണം കൊണ്ട് എന്നെ പ്രശസ്തയാക്കിയ അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. 4 ഷഹീദുകളുടെ ഉമ്മയായി എന്നെ രേഖപ്പെടുത്തി എൻ്റെ നാഥനാകുന്നു സർവസ്തുതിയുമെന്ന് അവർ പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ്. വളരെ ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന രക്ഷിതാക്കളുണ്ട്. അത്തരം മക്കളുടെ ആത്മാവുമായി ചെല്ലുന്ന മലക്കുൽ മൗത്തിനോട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെയാണ് പറയുന്നത്. അള്ളാഹു ചോദിക്കുകയാണ്, ആ ആത്മാവ് ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ദാസന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനോട് മലക്കുകൾ പറയുന്നത്, നിന്റെ ദാസൻ ആ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏതവസ്ഥയിലും എൻ്റെ രക്ഷിതാവിനാകുന്നു സർവസ്തുതിയുമെന്ന്. അന്നേരം അള്ളാഹു പറയുമത്രേ, എൻ്റെ ദാസന് വേണ്ടി സ്വർഗത്തിൽ നിങ്ങളൊരു വീട് പണിയണം, ആ വീടിന് ദാറുൽ ഹംദ് എന്ന് പേര് കൊടുക്കണമെന്ന്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, സന്മനോഭാവത്തിനുള്ള അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമാണ് പറഞ്ഞത്. ഏത് രംഗത്തും സന്മനോഭാവത്തിൻ്റെ ആളുകളായി തീരാൻ വിശ്വാസികൾക്ക് കഴിയണമെന്നതാണ്. അതേപോലെ മറ്റൊരു അവസ്ഥയാണ് രോഗം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും നശിപ്പിച്ചു കളഞ്ഞ് സങ്കടങ്ങളെ പകരം കൊണ്ടുവരുന്നതാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാമ്പത്തികമായ എല്ലാ ശേഷിയും വളരെ മോശമായി ദരിദ്രാവസ്ഥയിലേക്കൊരു കുടുംബത്തെ നയിക്കാൻ ചില രോഗങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അത്തരം രോഗങ്ങളിലൂടെയൊക്കെയും പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസികൾ അവരുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. 21-ാമത്തെ അധ്യായം സൂറ അംബിയായിലെ 83-ാമത്തെ വചനത്തിലൂടെ അയ്യൂബ് നബി അലൈഹി സ്വലാമയെ ഖുർആൻ സ്മരിക്കുകയാണ്. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ. അയ്യൂബിനെ നിങ്ങൾ സ്മരിക്കുക, അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അന്നീ മസ്സനിയൽ ദുർ, കഷ്ടപ്പാടുകൾ എന്നെ ഇതാ ബാധിച്ചിരിക്കുന്നു. വ അൻത അർഹമുർ റഹീമീൻ, നീയാകട്ടെ കാരുണ്യവാന്മാരിൽ വച്ച് ഏറ്റവും കാരുണ്യവാനാണ്. ചില തഫ്സീറുകൾ രേഖപ്പെടുത്തിയത് 18 വർഷത്തോളമാണ് അദ്ദേഹം സുഖമില്ലാതായി കിടപ്പിലായി പോയി എന്നത്. ആ രോഗത്തിന്റെ തീക്ഷ്ണത പറയുന്നുണ്ട്. വേണ്ടപ്പെട്ടവരും ബന്ധുക്കളടക്കമുള്ളവർ ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ വ്രണങ്ങളുടെ മണം സഹിക്കാൻ പറ്റാതെ അകന്നുപോയി എന്നുള്ളതാണ്. അത്രയും വലിയ പരീക്ഷണങ്ങളുടെ നടുവിൽ കിടന്നുകൊണ്ട് പറയാൻ കഴിയുകയാണ്, എനിക്ക് കഷ്ടതകൾ ബാധിച്ചിട്ടുണ്ട്, പക്ഷേ നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്നുള്ളത് മറ്റാരെങ്കിലും കേൾക്കാൻ വേണ്ടി പറയല്ല, തൻ്റെ ആത്മകഥം അയ്യൂബ് നബി അലൈഹി സ്വലാം രേഖപ്പെടുത്തിയതാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഖയ്യിം പറയാണ്, 4 കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ജമഅ ഫീ ഹാദ ദുആഇ ബൈൻ ഹഖീഖത്തി തൗഹീദ്. ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവിലേക്കാണ് അദ്ദേഹത്തിന്റെ വിളി എന്നുള്ളത്. വ ഇൽഹാറുൽ ഫഖ്രി വ ഫാഖത്തിൻ ഇലാ റബ്ബി, അതേപോലെ തന്നെ തൻ്റെ ദാരിദ്ര്യവും ആവശ്യങ്ങളും അള്ളാഹുവിലേക്ക് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. മൂന്നാമതായി ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത് വവുജൂദു തുഅമിൽ മഹബ്ബത്തി ഫീ തമല്ലുഖി ലഹു സിഫത്തിഹിർ റഹ്മ വ അന്നഹു അർഹമുർ റഹീമീൻ. അള്ളാഹുവിനെ പ്രശംസിക്കുന്നതോടൊപ്പം അവനോടുള്ള സ്നേഹം കൃത്യമായി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തൻ്റെ മനസ്സിലുള്ള മനോഭാവം, ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും ആ മനോഭാവത്തിലൊരു മാറ്റവുമില്ല. നീ ഏറ്റവും കാരുണ്യവാന്മാരിൽ കാരുണ്യവാനാണ് എന്ന് തന്നെയും അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞതായി ഖുർആൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിലെ തന്നെ മറ്റൊരു ഭാഗത്ത്
38-ാമത്തെ അധ്യായം സൂറ സ്വാദിലെ 44-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇന്നാ വജദ്നാഹു, നാം അദ്ദേഹത്തെ കാണുകയുണ്ടായി, സാബിറൻ, ഏറെ ക്ഷമയുള്ളവനും, നിഅമൽ അബ്ദു, നല്ല ദാസനുമായി, ഇന്നഹു അവ്വാബ്, ഏറെ ഖേദിച്ചു മടങ്ങുന്ന, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ദുർവിചാരവും മനസ്സിൽ കൊണ്ടു നടക്കാതെ സന്മനോഭാവത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ അയ്യൂബ് നബി അലൈഹി സ്വലാമയെ ഖുർആൻ അവിടെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കമെന്ന് പറഞ്ഞത്, വിശ്വാസികൾ എന്ന നിലയിൽ ഏത് സന്ദർഭവും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ സുഖം മാത്രമല്ല ഉള്ളത്, ദുഃഖവും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മറ്റു പല സംഗതികളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ അഭിമുഖീകരിക്കലാണ് ഒരാളുടെ ജീവിതത്തിൽ അയാളെ വിജയിയാക്കി തീർക്കുന്നത്. ആ വിജയം വരിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകം എന്ന് പറയുന്നത് സന്മനോഭാവം ഉള്ളവരായിരിക്കുക എന്നതാണ്. ആ നിലയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും തങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും നല്ല മനോഭാവമുള്ളവരായി തീരാൻ ഞാനും നിങ്ങളും പ്രയത്നിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.